ആസിഫ് അലിയെ നായകനാക്കി ജെഫിൻ ടി ചാക്കോ ഒരുക്കിയ രേഖാചിത്രം ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. മമ്മൂട്ടി നായകനായ ദ പ്രീസ്റ്റ് എന്ന ചിത്രമൊരുക്കി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ജെഫിൻ്റെ ഈ പുതിയ ചിത്രത്തിലും മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോഴിതാ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് വിജയത്തിൽ അഭിനന്ദിച്ചിരിക്കുകയാണ് അവരുടെ സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. 1985 പുറത്തുവന്ന കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടാണ് രേഖാചിത്രത്തിൻ്റെ കഥ വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കഥയുമായി മമ്മൂട്ടി എന്ന നടൻ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മമ്മൂട്ടി ചേട്ടൻ എന്ന പ്രയോഗവും ചിത്രത്തിലെ നിർണായകമായ ഒരു സാന്നിധ്യമാണ്. ഇതിനൊപ്പം AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 1985 കാലഘട്ടത്തിലെ മമ്മൂട്ടിയെ സ്ക്രീനിൽ പുനർസൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അണിയറ പ്രവർത്തകർ. മമ്മൂട്ടിയുടെ സമ്മതം ഉണ്ടായതുകൊണ്ടാണ് ഈ ചിത്രം സംഭവിച്ചത് എന്ന് ആസിഫ് അലിയും സംവിധായകൻ ജെഫിനും വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ നിറസാന്നിധ്യവും രേഖാചിത്രത്തെ ആരാധകർക്ക് സ്പെഷ്യൽ ആക്കുന്നു. അൻഷുര രാജനാണ് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ രേഖയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാവ്യ ഫിലിംസ്, ആൻ മെഗാ മീഡിയ എന്നിവയുടെ ബാനറിൽ വേണു പുന്നപ്പള്ളിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാമു സുനിൽ, ജെഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ രചിച്ചത്. മനോജ് കെ ജയൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ് കുമാർ, ഇന്ദ്രൻസ്, ശ്രീകാന്ത് മുരളി, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ്, ഹരിശ്രീ അശോകൻ, സുദീകോപ്പ, മെഹ തോമസ്, സെറിൻ ഷിഹാബ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അപ്പു പ്രഭാകറാണ്. ചിത്ര സംയോജനം ഷമീർ മുഹമ്മദും, കലാസംവിധാനം ഷാജി നടുവിലും, സംഗീത സംവിധാനം മുജീബ് മജീദും, ഓഡിയോഗ്രാഫി ജയദേവൻ ചക്കാടത്തും നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ GK ആണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബുജി സുശീലും, വസ്ത്രാലങ്കാരം സമീറ സനീഷും, മേക്കപ്പ് റോണക് സേവ്യറും നിർവഹിച്ചിരിക്കുന്നു.